ആകാശവാണി വാർത്താ വീക്ഷണം. പാവങ്ങളുടെ മെത്രാൻ ഇനി സഭയുടെ വലിയ ഇടയൻ. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. മനുഷ്യത്വത്തിന്റെ ക്രിസ്തുരൂപമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്ന ആദ്യഘട്ടത്തിലൊന്നും കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തവിന്റെ പേര് ഉയർന്നു കേട്ടില്ല. തികച്ചും അപ്രതീക്ഷിതമായാണ് അമേരിക്കയിൽ ജനിച്ച 69-കാരനായ റോബർട്ട് പ്രവോസ്ത് ആഗോള കത്തോലിക്ക സഭയുടെ വലിയ ഇടയനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭീകരപ്രവർത്തനങ്ങളുടെയും യുദ്ധങ്ങളുടെയും അശാന്തമായ കാലത്താണ് ലോകത്തിന് സമാധാന സന്ദേശവുമായി കർദിനാൾ പ്രവോസ്തിനെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ 2ാം ദിനത്തിലെ 3ാം വട്ട വോട്ടെടുപ്പിലാണ് 267-ാം മാർപ്പാപ്പയായി റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിനെ തിരഞ്ഞെടുത്തത്. വലിയ ഇടയനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ ആദ്യ ചുമതല സ്വന്തം പേര് തിരഞ്ഞെടുക്കുക എന്നതാണ്. ലിയോ 14 എന്ന നാമമാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് സ്വീകരിച്ചത്. മാർപ്പാപ്പയായുള്ള തിരഞ്ഞെടുപ്പ് 2ാം ജന്മമാണ് എന്ന സൂചനയാണ് പുതിയ പേര് സ്വീകരിക്കുന്നതിന് പിന്നിൽ. യുഎസിൽ നിന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തി എന്ന ചരിത്രമുദ്രയും ലിയോ 14 ജനിച്ചത് യുഎസിലാണെങ്കിലും വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം പെറുവായിരുന്നു. അതിനാൽ ഇരട്ട പൗരത്വം വഴി പെറുവിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയുമാണ് ലിയോ 14. 12ാം നൂറ്റാണ്ടിൽ അഡ്രിയൻ 4 ശേഷം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ പാപ്പ, 120 വർഷത്തിനു ശേഷം ലിയോ എന്ന് നാമകരണം ചെയ്ത ആദ്യത്തെ പാപ്പ, 2ാം ലോക യുദ്ധത്തിനു ശേഷം ജനിച്ച ആദ്യ പാപ്പ തുടങ്ങിയ വിശേഷങ്ങളും പോപ്പ് ലിയോ 14 ഷിക്കാഗോയിലെ ഇലിനോയിൽ 1955 സെപ്റ്റംബർ 14 ഫ്രാൻസിസ് റോബർട്ട് പ്രവോസ്തിന്റെ ജനനം. പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ ലൂയി മരിയസ് പ്രവോസ്ത്, അമ്മ സ്പാനിഷ് വംശജയായ മൽഡ്രഡ് മാർട്ടിനസ്. 2 സഹോദരിമാരും ലിയോ 14 ദൈവവഴിയിലായിരുന്ന ഫ്രാൻസിസ് പ്രവോസ്ത് അൾത്താര ബാലനായിരുന്നു. 1977 വില്ലാനോവ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു. കനോൻ നിയമം പഠിക്കാനായി റോമിലെത്തിയ അദ്ദേഹം 1981 ദൈവിക പദവിയിലെത്തി. വിശുദ്ധ സെന്റ് അഗസ്റ്റിന്റെ ആശയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് സെന്റ് അഗസ്റ്റിൻ ഓർഡർ സഭാ സമൂഹത്തിൽ ചേർന്ന അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതവും അവിടെയായി. ആ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന പ്രത്യേകതയും കർദിനാൾ പ്രവോസ്തിനുണ്ട്. കാനൻ നിയമത്തിൽ സെന്റ് അഗസ്റ്റിൻ സഭയിൽ ലോക്കൽ പ്രിയറിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. സെന്റ് അഗസ്റ്റിൻ സമൂഹത്തിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് പ്രവോസ്റ്റ് 30ാം വയസ്സിൽ പെറുവിലെത്തി. അവിടെ അദ്ദേഹം ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പെറുവിലെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെ പാവങ്ങളുടെ മെത്രാൻ എന്ന വിശേഷണം ലഭിച്ച വ്യക്തിത്വമാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത്. പെറുവിന് ബിഷപ്പായിരുന്ന റോബർട്ട് പ്രവോസ്തിനെ 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാന്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു. 2023 ആർച്ച് ബിഷപ്പായ അദ്ദേഹത്തെ 2024 കർദിനാളുമാക്കി. 2 വർഷം തികയും മുൻപേ ആഗോള കത്തോലിക്ക സഭയെ നയിക്കാനുള്ള അപൂർവ ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു. ദ്വിമുഖ ദൗത്യമാണ് ഓരോ മാർപ്പാപ്പയും നിർവഹിക്കാനുള്ളത്. അതിലാദ്യത്തേത് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിശ്വാസവും മൂല്യങ്ങളും കൈവിടാതെ അനുയായികളെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ്. 2ാമത്തേത് വത്തിക്കാൻ രാഷ്ട്രത്തിന്റെ പരമാധികാരി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ചുമതലയാണ്. 184 രാജ്യങ്ങളുമായി വത്തിക്കാൻ സിറ്റിക്ക് നയതന്ത്ര ബന്ധമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ വത്തിക്കാനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരിയെ നിയമിക്കുന്നതും മാർപ്പാപ്പയാണ്. ലോകം കാതോർക്കുന്ന ധാർമ്മികതയുടെ ശബ്ദമാണ് മാർപ്പാപ്പയുടേത്. യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും പട്ടിണിക്കുമെതിരെ അരുതെന്ന സുവിശേഷം ഇനി ലിയോ 14 നിന്ന് കേൾക്കാൻ ലോകം കാതോർക്കുന്നു. ഭരണത്തെക്കാൾ വിശ്വാസത്തിന് മുൻഗണന നൽകണമെന്ന അഭിപ്രായക്കാരനാണ് പോപ്പ് ലിയോ 14. ഫ്രാൻസിസ് മാർപ്പാപ്പയെപ്പോലെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശക്തമായ സഭാ നടപടികൾക്കായി അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. ദയാവധം, ഗർഭഛിദ്രം, വധശിക്ഷ എന്നിവയെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നുണ്ട്. അഭയാർത്ഥികളോട് അനുകമ്പയുള്ള ലിയോ 14 സമൂഹമാധ്യമത്തിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വവർഗ അനുരാഗ ജീവിതശൈലിയോടും സ്വവർഗ കുടുംബങ്ങളോടുമുള്ള ജനകീയ സംസ്കാരത്തിന്റെ സഹതാപത്തെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ചില പൗരസ്ത്യ സഭകളിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന തർക്കങ്ങളോടുള്ള ലിയോ 14 സമീപനം എന്തായിരിക്കുമെന്നും വിശ്വാസികളും ലോകവും കാതോർക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.